IPLന്റെ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ വ്യക്തിഗത സ്കോർ നേടിയ 3 കളിക്കാരെയാണ് നമ്മൾ നോക്കുന്നത്. പട്ടികയിൽ 2 ഇന്ത്യൻ താരങ്ങളാണുള്ളത്. ഇത്തവണത്തെ IPLന്റെ 18ാം സീസൺ അവസാനിച്ചിട്ടുണ്ട്. ഫൈനലിൽ പഞ്ചാബ് കിങ്സിനെ 6 റൺസിന് പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ 18 വർഷത്തിന് ശേഷം IPL കിരീടം നേടി. അതേസമയം 2014 സീസണിലെ പോലെ തന്നെ ഇത്തവണയും പഞ്ചാബ് 2ാം സ്ഥാനക്കാരായി തുടർന്നു. ഈ മുഴുവൻ സീസണിലും ഇന്ത്യൻ കളിക്കാർ മാത്രമല്ല വിദേശ കളിക്കാരും അവരുടെ ടീമുകൾക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. റൺസിന്റെ കാര്യത്തിൽ ഈ കളിക്കാർ റെക്കോർഡുകളും സ്ഥാപിച്ചു. IPLൽ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയ 3 കളിക്കാരെ കുറിച്ച് നോക്കാം. മൂന്നാമതുള്ളത് മിച്ചൽ മാർഷാണ്. ഇത്തവണത്തെ സീസണിൽ ഏറ്റവും ഉയർന്ന 3ാമത്തെ വ്യക്തിഗത സ്കോർ നേടിയതിന്റെ കാര്യത്തിൽ മിച്ചൽ മാർഷാണ് 3ാം സ്ഥാനത്ത്. മെയ് 22-ന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ 64 പന്തിൽ നിന്ന് 182.81 എന്ന അതിശയകരമായ സ്ട്രൈക്ക് റേറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനായി മാർഷ് 117 റൺസാണ് അടിച്ചെടുത്തത്. മാർഷ് തന്റെ ഇന്നിംഗ്സിൽ 10 ഫോറും 8 സിക്സും നേടി. രണ്ടാമതുള്ളത് ഋഷഭ് പന്താണ്. ലക്നൌ സൂപ്പർ ജയൻസ് ക്യാപ്റ്റനും പരിചയസമ്പന്നനുമായ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനാണ് ഋഷഭ് പന്ത്. ഇത്തവണത്തെ IPL സീസണിലെ 2ാമത്തെ ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയ താരമാണ് ഋഷഭ് പന്ത്. മെയ് 27-ന് ഏകാന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ നടന്ന ലീഗ് മത്സരത്തിൽ 61 പന്തിൽ നിന്നും 118 റൺസ് നേടിയ പന്ത് മികച്ച ഇന്നിംഗ്സാണ് കളിച്ചത്. ഈ സമയത്ത് അദ്ദേഹം 11 ഫോറും 8 സിക്സും നേടി. 1ാം സ്ഥാനത്തുള്ളത് അഭിഷേക് ശർമ്മയാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ യുവ ഓപ്പണറാണ് അഭിഷേക് ശർമ്മ. IPL സീസണിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയതിന്റെ കാര്യത്തിൽ 1ാം സ്ഥാനത്താണ് അഭിഷേക്. ഏപ്രിൽ 12-ന് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന പഞ്ചാബിനെതിരെയുള്ള മത്സരത്തിലാണ് അഭിഷേക് 55 പന്തിൽ നിന്ന് 141 റൺസ് നേടിയത്. മികച്ച ഇന്നിംഗ്സ് തന്നെയാണ് അദ്ദേഹം മത്സരത്തിൽ കാഴ്ചവെച്ചത്. ഈ മത്സരത്തിൽ അഭിഷേക് 14 ഫോറും 10 സിക്സുമാണ് അടിച്ചുകൂട്ടിയത്.